ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാമർശം നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നില്ല. ആശുപത്രികളിലെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്, ഉത്തരങ്ങൾ ഉണ്ടായിരുന്നത്. അതിനിടെ ആരോഗ്യമന്ത്രിയുടെ ഒരു പരാമർശമുണ്ടായി. ചോദ്യോത്തരവേളയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നമിട്ടായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പരാമർശം. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ശിശുമരണ നിരക്ക് കുറവിൽ അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ കേരളം മുന്നിലാണെന്ന് എം വിജിന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടിയും നൽകി. സർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. സാർ, ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അരുൺ തുടരുന്നുണ്ട്. അരുൺ, അതായത് കിട്ടിയ അവസരം ഇനി ആരും ഒഴിവാക്കാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഇത്രയും കാലം ഇതുപോലെയുള്ള പരാമർശങ്ങൾ കൊണ്ട് ഭരണപക്ഷത്തെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിരുന്ന രാഹുലിനെതിരെ വീണ് കിട്ടിയ ആയുധം എല്ലാവരും, പരമാവധി സഭയിലുള്ള എല്ലാവരും ഉപയോഗിക്കും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഭരണപക്ഷത്തിനുണ്ട് ഇന്നത്തെ ദിവസം ഈ സഭാ സമ്മേളനത്തിലുടനീളം. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ കേസിലെ പ്രതിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ആരോപണം ഉയർന്നതെങ്കിലും അത് അവിടെ മാത്രം ഒതുക്കില്ല ഭരണപക്ഷം. പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിട്ട് തന്നെയാകും വിമർശനങ്ങൾ പോവുക. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്തവരിൽ സംരക്ഷിച്ച ഒരാൾ ഷാഫി പറമ്പിലാണ്, മറ്റൊരാൾ പ്രതിപക്ഷ നേതാവാണ്. യുവ നേതാക്കൾക്കൊക്കെ അദ്ദേഹം നൽകുന്ന പിന്തുണ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിൽ ലഭിച്ചിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും നിയമസഭയിൽ എത്താൻ പോലും കാരണക്കാരനാകും സംരക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് വിമർശനമാകും സ്വാഭാവികമായും ഭരണപക്ഷം ഉന്നയിക്കുക. പ്രതിപക്ഷ നേതാവിനെ കൂടി ലക്ഷ്യമിട്ടാകും അവരുടെ നീക്കങ്ങൾ. KPCC അധ്യക്ഷനും സഭയിലുള്ള ആളാണ്, അദ്ദേഹത്തെ കൂടി ലക്ഷ്യമിട്ടാകും നീക്കങ്ങൾ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് വിമർശനമെങ്കിൽ പോലും സ്വാഭാവികമായും അങ്ങനെ ഈ പ്രതിപക്ഷത്തിനെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണമായത് മാറും. അതുകൊണ്ട് തന്നെ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ CPM MLA-മാർക്ക്, ഇടത് MLA-മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം അത്രയേറെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ നിരനിരയായി വരുമ്പോൾ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടാകുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാസങ്ങൾ മാത്രം അകലെയുള്ളപ്പോൾ ഇത്തരത്തിലൊരു കോൺഗ്രസിന്റെ MLA-ക്കെതിരെ അതും ഒരു വലിയ പോരാട്ടത്തിലൂടെ പാലക്കാട് നിലനിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്തരം ആരോപണം വരുമ്പോൾ അതിന്റെ എല്ലാ രാഷ്ട്രീയ സാധ്യതകളും തിരിച്ചറിയേണ്ടത്. നമ്മൾ പറയുമ്പോൾ ഈ പോലീസ് മർദ്ദനങ്ങൾ എങ്ങനെയാണോ സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാകും, അതുപോലെ തന്നെയാകാം സ്വാഭാവികമായും ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റും. സ്ത്രീകൾ വലിയ രീതിയിൽ രംഗത്ത് വരും. സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ നേട്ടം ഇടതുമുന്നണിക്കുണ്ടാകാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം ആ രീതിയിൽ ഉന്നയിച്ച് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാകും ഇടതുമുന്നണിയുടെ സഭയിലെ അവരുടെ ഫ്ലോർ മാനേജ്മെന്റിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം. അതുതന്നെയാകും ആ നിർദ്ദേശം തന്നെയാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രി കേന്ദ്രം നൽകിയത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കടന്നാക്രമിച്ചു തന്നെയാകും ഭരണപക്ഷം ഈ സഭയിൽ മുന്നോട്ട് പോവുക. അത് വിഷയങ്ങൾ ഏതായാലും എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ കഴിയും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ പോലും പലപ്പോഴും ഇത്തരം കണക്ഷൻ ഉണ്ടാകാറുണ്ട്. ആ ഒരു കണക്ഷനാണ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് തെളിയിക്കുകയായിരുന്നു വീണ ജോർജ് ഇന്ന് ചോദ്യോത്തരവേളയിൽ ചെയ്തത്. സ്വാഭാവികമായും ഇനിയുള്ള ചർച്ചകളിലും ഇനിയുള്ള അവസരങ്ങളിലും അത്തരമൊരു നിലപാട് തന്നെ ഭരണപക്ഷം സ്വീകരിക്കും. ഇന്നിപ്പോ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ പോലും അരുൺ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? കാരണം കസ്റ്റഡി മർദ്ദനം എന്നത് വലിയ രീതിയിൽ കുന്നംകുളത്താണ് തുടക്കമിട്ടതെങ്കിലും പിന്നീട് നമ്മൾ കണ്ടത് മിക്കവാറും ദിവസങ്ങളിൽ പുതിയ പുതിയ ആരോപണങ്ങൾ, അത് പഴയ സംഭവങ്ങളെ കുറിച്ചാണ്. പക്ഷേ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ വന്ന ആരോപണങ്ങൾ തന്നെയാണ് അതിൽ മിക്കവാറുമെല്ലാം. അങ്ങനെയെങ്കിൽ അതിന് ഓരോന്നിനും മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയുന്നതിനപ്പുറം ഇതൊരു അവസരമാണ് എന്ന് ഭരണപക്ഷം കണക്ക് കൂട്ടുന്നുണ്ടോ? സ്വാഭാവികമായും കസ്റ്റഡി മർദ്ദനങ്ങളിൽ പൂർണ്ണമായും ആ സമയം രാഹുൽ മാങ്കൂട്ടത്തിനെ വിഷയം ഉന്നയിക്കാൻ ഭരണപക്ഷം ചെലവഴിക്കുമോ എന്ന് വ്യക്തമല്ല. അതിനുള്ള സാധ്യത വിരളവുമാണ്. പക്ഷേ പറയാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ സ്വാഭാവികമായും പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങളുടെ ഒരു MLA ചോദ്യമൊക്കെ സ്വാഭാവികമായും ഭരണപക്ഷം ഉന്നയിക്കാം. അതിനപ്പുറത്തേക്ക് ആ വിഷയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ സാധ്യത കുറവാണ്. കാരണം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് അത്രയധികം
പ്രതിരോധത്തിലാണ് സർക്കാർ. അത്രയും നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം 2014 നിരവധി ആരോപണങ്ങൾ വകുപ്പിനെതിരെ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി വകുപ്പ് ഭരിക്കുന്നതിൽ പരാജയമെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. CPI പ്രധാന ഘടകകക്ഷി അത്തരം വിമർശനങ്ങൾ പരസ്യമായും അവരുടെ സമ്മേളനങ്ങളിലുമൊക്കെ ഉന്നയിച്ചതാണ്. ആ സാഹചര്യത്തിൽ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള പ്രതിരോധിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകും. അതിനൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കൂടി ചർച്ച ചെയ്ത് പോകാനാണ് സാധ്യത. PV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ പ്രത്യേക ചർച്ചയ്ക്ക് ഇപ്പോൾ ഭരണപക്ഷം സമ്മതിച്ചിരിക്കുകയാണ്. കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അത് ചർച്ചയ്ക്ക് തയ്യാറാണ് സർക്കാർ എന്നൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും അത് സർക്കാരിന് കൂടി വിശദീകരിക്കാനും ഒപ്പം പ്രത്യാക്രമണം നടത്താനും വീണ് കിട്ടുന്ന ഒരു സാഹചര്യമായിട്ടാണ് സർക്കാർ അതിനെ കാണുന്നത് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. ഇന്ന് രാവിലെ ഇപ്പോൾ ആരോഗ്യമന്ത്രി അതിന് ഒരു തുടക്കം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആശുപത്രികളെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയുള്ള പരാമർശവും അതിന്റെ ഒരു സൂചനയാണ്. പ്രത്യക്ഷമായൊരു ആക്രമണത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോകാതെ കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുക എന്നൊരു തന്ത്രം ഭരണപക്ഷം സ്വീകരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 12 മണിക്ക് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ചർച്ച നടക്കുക.